ശ്ലോകം 5. ഭഗവാൻ മധുരയിൽ രാജ്യകാര്യങ്ങൾ അങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നു. അക്രൂരൻ വരുന്നതായ സമയത്ത് തന്നെ പറഞ്ഞിരുന്നു, എൻ്റെ അടുത്തേക്ക് വരണം, വരാളെ വെച്ചാൽ ഞങ്ങൾ വരാം. അപ്പോൾ അവിടേക്ക് പോവാണ്. ശ്ലോകം 5. അക്രൂരമന്ദിരമിതോധ. പിന്നീട് അക്രൂരിൻ്റെ വീട്ടിലേക്കാണ് പോയത്. ഇതഹ പോയി. ആരൊക്കെയുണ്ട് കൂടെ? ഇത്തവണ 2 പേരുണ്ട്. ബലോദ്ധവാഭ്യാം, ജ്യേഷ്ഠനായ ബലരാമനുമുണ്ട്, ഉദ്ധവനുമുണ്ട്. എന്തെന്നില്ലാത്ത സന്തോഷത്തോടെ അക്രൂരൻ ചാടി എഴുന്നേറ്റു. അഭ്യർച്ചിത, കൃഷ്ണനെ അർച്ചിച്ചു, പൂജിച്ചു. ബഹു, വളരെ തവണ, വീണ്ടും വീണ്ടും. നൂത, ഭഗവാനെ സ്തുതിച്ചു. മനോഹരമായ സ്തുതിയാണ് അക്രൂരസ്തുതി ഭാഗവത്തിൽ പറയുന്നത്. ആ ഭഗവാന്റെ പാദങ്ങളെ തൻ്റെ മടിയിൽ കെട്ടി വെച്ചിട്ടാണ് സ്തുതിക്കുന്നത്. ആ പാദങ്ങളെ തടവിക്കൊണ്ടാണ് സ്തുതിക്കുന്നത്. ഹേ ഭഗവാൻ, നിങ്ങൾ 2 പേരും ഈ പ്രപഞ്ചത്തിന് ബ്രഹ്മവും പ്രകൃതിയും പോലെയാണ്. ബ്രഹ്മവും പ്രകൃതിയും 2 ഉണ്ടെങ്കിലേ പ്രപഞ്ചമുള്ളൂ. അങ്ങനെ പ്രകൃതി പുരുഷന്മാരായി നിങ്ങൾ 2 പേരും ഈ പ്രപഞ്ചത്തിനെ കൊണ്ടു നടത്തുന്നു. നിങ്ങൾ അന്യമായി ഇവിടെ ഒരു കാര്യവുമില്ല, ഒരു കാരണവുമില്ല. ഇത് ഞങ്ങൾക്കൊക്കെ അറിയാം. നിങ്ങൾ മാത്രമാണ് ഇവിടെയുള്ളത്. പരമമായ തത്വം ബ്രഹ്മം മാത്രമാണ് ഇവിടെയുള്ളത്. ആ ബ്രഹ്മം തൻ്റെ തന്നെ ശക്തിയായ മായയിൽ പ്രതിബിംബിച്ചിട്ടാണ് ഈ കാണുന്ന പ്രപഞ്ചം ഉള്ളതുപോലെ തോന്നുന്നത്. ഉണ്ടാവാത്ത പ്രപഞ്ചം ഉണ്ടായ പോലെ തോന്നുന്നു. അധ്യാത്മാനന്ദ സ്വാമിയുടെ കഥ ഞാൻ പറഞ്ഞത് നിങ്ങളെല്ലാവരും കേട്ടിട്ടുണ്ടാവാം. എങ്കിലും കേൾക്കാത്ത ഭക്തജനങ്ങളുണ്ടല്ലോ, അവരും കേൾക്കട്ടെ. ഒരു സ്വാമി ഒരു ഭക്തയുടെ വീട്ടിലേക്ക് വൈകുന്നേരത്ത് വന്നു. ഭക്ത ചാടി എണീച്ചു. സ്വാമി എന്നെ അനുഗ്രഹിക്കാൻ ഇങ്ങോട്ട് വന്നിരിക്കണു. കാല് കഴുകി പൂജിച്ചു, പാലും പഴവും കൊടുത്തു. രാത്രിക്ക് ഗോതമ്പ് കഞ്ഞി, പാലൊഴിച്ച് ഗോതമ്പ് കഞ്ഞി കൊടുത്തു. അതിന് കിടക്കാനുള്ള സൗകര്യമെല്ലാം ഉണ്ടാക്കി. ഭർത്താവ് ചോദിച്ചു, എവിടേക്കാണ് സ്വാമി പോകണം? എനിക്കറിയില്ല. എപ്പോഴാണ് പോവുക? എനിക്കറിയില്ല. അദ്ദേഹം വന്നു, സ്വീകരിച്ചു, അത്രയേ ഉള്ളൂ. നാളെ പോവായിരിക്കും. 1, 2, 3, 4, 5, 6, 7 ദിവസമായിട്ട് പോകുന്നില്ല. സ്വാമി സുഖമായിട്ട് അവിടെ കഴിഞ്ഞു കൊടുക്കുന്നു. അപ്പോൾ ഭാര്യയും ഭർത്താവും കൂടി ഒരു സൂത്രം കണ്ടുപിടിച്ചു. രാവിലെ എണീച്ചാൽ സ്വാമി നേരത്തെ 4 മണിക്ക് എണീക്കും. കുളിച്ച് പൂജ കഴിഞ്ഞ് ഉമ്മർത്ത് സെറ്റിയിൽ വന്നാൽ അപ്പോഴേക്ക് പേപ്പർ വരും. പേപ്പർ വായിച്ചുകൊണ്ടിരിക്കുന്നുണ്ടാവും. അപ്പോഴാണ് ഇവർ എഴുന്നേറ്റ് വരുന്നത്. അടുക്കളത്തിൽ മാറിയിട്ടാണ് ഇദ്ദേഹത്തിന് മുമ്പിൽ കൂടി കടന്നു പോകും. കടന്നു പോയ ഉടനെ അവർ അടുക്കളയുടെ ഉള്ളിൽ കിടന്ന് ഒരൊറ്റ അടയ്ക്കൽ. അടയ്ക്കൽ കണ്ടാൽ മനസ്സിലാവും എന്താ മനസ്സിലെന്നുള്ളത്. 2 മിനിറ്റ് കഴിഞ്ഞു. അയ്യോ എന്നെ തല്ലിക്കൊല്ലുന്നേ, അയ്യോ എന്നെ തല്ലിക്കൊല്ലുന്നേ. 2 മിനിറ്റ് കഴിഞ്ഞു. ഭർത്താവ് മെല്ലെ വാതിൽ തുറന്നു നോക്കി. വടി വടി, സ്വാമി അവിടെ ഇല്ല. അദ്ദേഹത്തിന് മുറിയിൽ പോയി നോക്കി, ഇല്ല. പോയിട്ട് വലിക്കാൻ പോയിട്ടുണ്ടോ? പോയി നോക്കി, ഇല്ല. പുറത്തു പോയി നോക്കി, വളരെ ദൂരം കാണാം റോഡ്, ഇല്ല. ഞാൻ പറഞ്ഞില്ലേ
പുല്ലും മുളയ്ക്കാതെ വേറെ ഓടിപ്പോയി. ഞാനങ്ങനെ കരയാതെ കരഞ്ഞോണ്ടല്ലേ അങ്ങനെയുണ്ട്. ആഹാ, നീ അത്രയ്ക്കാ വലിയ ആളൊന്നും വേണ്ട, ഞാൻ തല്ലാതെ തല്ലിയത് കൊണ്ടല്ലേ അങ്ങനെ. അപ്പോൾ ഒരു ശബ്ദം സെറ്റിയുടെ അടിയിൽ നിന്ന്. അത് പേടി ഞെട്ടി എണീച്ചു. ഞാൻ പോകാതെ പോയത് കൊണ്ടല്ലേ നിങ്ങൾ സന്തോഷിക്കുന്നത്. നീ കഥയൊക്കെ അങ്ങോട്ട് വിടൂ. തല്ലാതെ തല്ലി, കരയാതെ കരഞ്ഞു, പോകാതെ പോയി, അതുപോലെ വരാതെ വന്നതാണ് ഈ പ്രപഞ്ചം. ഇത്ര മനോഹരമാണ്, ഒന്ന് ആലോചിച്ച് നോക്കുക. വരാതെ വന്നതാണ് ഈ പ്രപഞ്ചം. വന്നിട്ടില്ല, പക്ഷെ വന്നു എന്ന അനുഭവം. ഹേ ഭഗവൻ, ഈ പ്രപഞ്ചം നിങ്ങൾ രണ്ടുപേരും കൂടിയാണ് ഉള്ളതുപോലെ ആക്കി തീർക്കുന്നത് എന്ന് ഞങ്ങൾക്ക് നല്ലവണ്ണം അറിയാം. ജീവസ്വരൂപേണ എല്ലാ ശരീരത്തിലും അങ്ങ് ദൗണു, അതായത് നമ്മുടെ ചട്ടക്കൂട്ടിൻ്റെ ഉള്ളിൽ ഭഗവാൻ ഇരുന്ന് നമ്മുടെ മനസ്സിൽ പ്രതിബിംബിച്ച് ജീവനായിട്ട് വരുന്നു. ആരാ വന്ന? ഭഗവാൻ തന്നെ. കണ്ണാടി മുമ്പിൽ പോയി നമ്മൾ നിന്നു, ആരാ കണ്ണാടിയുടെ ഉള്ളിൽ? ഞാൻ തന്നെ. അപ്പം അങ്ങ് ഓരോ വ്യക്തിയുടെ ഉള്ളിലും ജീവനായിട്ട് പ്രവേശിക്കുന്നു. അത് ഞങ്ങൾക്ക് അറിയാം. വാസ്തവത്തിൽ ദേഹം, ഇന്ദ്രിയങ്ങൾ, മനസ്സ്, ബുദ്ധി ഒന്നുമില്ലാത്തതാണ്. ഇതെല്ലാം മിഥ്യയാണ്. എത്രത്തോളം മിഥ്യയാണ്? കയറിൻ്റെ കഷ്ണം കൊണ്ട് പാമ്പാണെന്ന് തെറ്റിദ്ധരിക്കുന്ന പോലെ. ഉള്ളത് കയറ് മാത്രം. കയറിനെ കണ്ട് പാമ്പാണെന്ന് പേടിച്ചതാണ്. അതുപോലെ ഇവിടെ ജനന മരണാദികളില്ല, ഈ കാണുന്ന പ്രപഞ്ചമില്ല, എല്ലാം ഭഗവാൻ ഉണ്ടാക്കി കാണിക്കുന്നതാണ് എന്ന് പറയണം. ഹേ ഭഗവൻ, അങ്ങയുടെ പാദസ്പർശം കൊണ്ട് എൻ്റെ ഗൃഹം പവിത്രമായി, പരിശുദ്ധമായി. എന്താണ് ഞാൻ ചെയ്യേണ്ടത് പറയൂ എന്ന് പറഞ്ഞതായ സമയത്ത് ഇളച്ചൻ ഇപ്പം ചെയ്യേണ്ടത് ധൃതരാഷ്ട്രയുടെ അടുത്തൊന്ന് പോകണം. അവിടെ പോയി അപ്പോഴേ കാട്ടിൽ നിന്ന് പഞ്ചപാണ്ഡവന്മാരെ ഒക്കെ തിരിച്ചു വന്നു. അവർ വന്ന സമയമാണ്. ഇത് എങ്ങനെയാണ് അവരുമായി പെരുമാറുന്നത് എന്നെനിക്കൊന്ന് അറിയണം. ഞാൻ പോവാമല്ലോ. അങ്ങനെ ഏനം വിസൃജ്യ വിപിനാഗത പാണ്ഡവേയ വൃത്തം വിവേദിത. അങ്ങനെ അക്രൂരരെ അയച്ച് വിപിനത്തിൽ നിന്ന്, കാട്ടിൽ നിന്ന് തിരിച്ചു വന്നവരായ പാണ്ഡവന്മാരുടെ കഥയെക്കുറിച്ച് അറിഞ്ഞു. തഥാ ധൃതരാഷ്ട്ര ജ്യേഷ്ഠം. ആ പൊട്ടക്കണ്ണൻ അവരെ എങ്ങനെയാണ് അവരുമായിട്ട് ബന്ധപ്പെടുന്നത് എന്നുള്ളത് അവരും അറിഞ്ഞു. അവർക്ക് വേണ്ടതായ യാതൊരുവിധ സൗകര്യങ്ങളും കൊടുത്തിട്ടില്ല എന്നുള്ളതും ഭഗവാൻ മനസ്സിലാക്കി. അങ്ങനെ അക്രൂരിൻ്റെ ആഗ്രഹപ്രകാരം ഭഗവാൻ പോവുകയും ഭഗവാൻ അദ്ദേഹത്തിനെ അയച്ച് ഈ പാണ്ഡവന്മാരുടെ വിവരമെല്ലാം അറിയുകയും ചെയ്തു. ഇനി ജരാസന്ധ യുദ്ധത്തിലേക്കാണ് നമ്മൾ പോകുന്നത്.